അടുത്തതായിട്ട് നമുക്ക് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് കൺട്രോൾ ലോജിക് ഡിസൈനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ യൂണിറ്റിലുള്ള സർക്യൂട്ട്സ് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ 4 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, സെക്കൻഡ് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, തേർഡ് PLA കൺട്രോള്, 4 മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇങ്ങനെ 4 മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് ഓർഗനൈസേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 4 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തൊക്കെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു കൺട്രോൾ സീക്വൻസ് ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഏത് സ്റ്റേറ്റിലേക്ക് പോകണം, ഇപ്പോഴുള്ള സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസിഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ 4 മെത്തേഡ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് 2 മെത്തേഡ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ വരുന്ന കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സും ഗേറ്റ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡിൽ നമ്മൾ സീക്വൻസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട്. അതേസമയം ബാക്കി 2 മെത്തേഡ്സിലും നമ്മൾ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്യുന്നത്, കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ നമ്മൾ റാമോ റോമോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. റാം റോം ഒക്കെ യൂസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീവയർ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒന്നിന് ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന റാമിനെ മാറ്റിയിട്ട് പുതിയ പ്രോഗ്രാം ചെയ്ത റോം നമ്മൾ അവിടേക്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതിയാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 മെത്തേഡിലാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഓർഗനൈസേഷൻ നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ആണോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ളത് അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റിനും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് കുറേ എക്സ്റ്റേണൽ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് വരുന്നതിനനുസരിച്ച് അതിനെ ബേസ് ചെയ്ത് ഏത് സ്റ്റേറ്റിലേക്ക് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ലോജിക് സർക്യൂട്ടാണ് ഡിസിഷൻ ലോജിക് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ ലോജിക്കിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്കായിരിക്കും പോകേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റിലും നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കണക്ട് ചെയ്യുന്നത്. സോ അപ്പം ഓരോന്നിലും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ്, സെക്കൻഡ്, ദെൻ ഇവിടെ തേർഡ്, ദെൻ ഫോർത്ത്. ഇവിടെ നമ്മളിപ്പോൾ 4 സ്റ്റേറ്റ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ് 0th സ്റ്റേറ്റ്, ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് T1, അടുത്തത് T2, ദെൻ T3. ഇങ്ങനെ 4 സ്റ്റേറ്റ്സാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്സിനെ നമുക്ക് എടുക്കാനായിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിലും നമ്മൾ കോമൺ ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആണ് കൊടുക്കുന്നത്.
ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്കറിയാം, നമ്മൾ ഇൻപുട്ടിൽ ഒരു 0 1 അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ക്ലോക്ക് സിഗ്നൽ എനേബിൾ ആവുകയാണെങ്കിൽ നേരെ അത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസിഷൻ ലോജിക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലൊപ്പം തന്നെ ചിലപ്പം ഈ ഡിസിഷൻ ലോജിക്കിൽ നിന്ന് തന്നെ നമുക്ക് മറ്റുള്ള കൺട്രോൾ സിഗ്നൽസും കൂടി കിട്ടും, അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിൽ ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബാക്കി എല്ലാം തന്നെ ക്ലിയർഡ് ആയിരിക്കും. ഓക്കെ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ബിറ്റിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു ലൂപ്പും കൂടെ ഇതിനകത്ത് വരാനുണ്ട്. അതായത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് T0 അതിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് നേരെ ഈ ഡിസിഷൻ ലോജിക്കിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള കറൻറ്റ് സ്റ്റേറ്റും കൂടി കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ ഈ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും സ്റ്റേറ്റ് നമ്മൾ ഇതിലേക്ക് ഡിസിഷൻ ലോജിക്കിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് 12 സ്റ്റേറ്റ് കാണിക്കണമെന്ന് വിചാരിക്കാം. 12 സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് മിനിമം 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമായിട്ട് വരും. ഓക്കെ, 12 എന്ന് പറയുമ്പോൾ നമുക്ക് ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 4 ഡിജിറ്റ് വെച്ചായിരിക്കുമല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതല്ല എങ്കിൽ 2�3 എന്ന് പറയുന്നത് നമുക്ക് 8 ആണ് അല്ലേ. ദെൻ 2⁴ എന്ന് പറയും. അപ്പോൾ 8 വന്നു കഴിഞ്ഞാൽ 8 സ്റ്റേറ്റ് പോരല്ലോ, അപ്പം തൊട്ടടുത്ത് 4 എടുക്കണം അല്ലേ. അപ്പോൾ 2⁴ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 16 വരും. 2⁴ എന്ന് പറയുമ്പോൾ 16 വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് 12 സ്റ്റേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും 2�3 <12 2⁴ ആണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് മതിയാവില്ലാത്തത് കൊണ്ട് നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അപ്പോൾ ഇവിടെ ഈ ഒരു കൺട്രോൾ സർക്യൂട്ടിനകത്ത് നമുക്കിപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരിക്കും എനേബിളായി നിൽക്കുന്നത്, ബാക്കി എല്ലാ സ്റ്റേറ്റ്സും ഡിസേബിൾഡ് ആയിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ ലോജിക്ക് ഡിസൈഡ് ചെയ്യും ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടതെന്ന്. ഈ ഓരോ സ്റ്റേറ്റും ഈ ടീസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്സും നമ്മൾ ഏതെങ്കിലും ഒരു മൈക്രോ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യണം, ആ ഒരു സർക്യൂട്ടിലേക്ക് പോകണം എന്നുള്ളതായിരിക്കും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏത് പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത് ആ സ്റ്റേറ്റിലേക്ക് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വഴിയാണ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇപ്പോൾ സപ്പോസ് നമുക്ക് control circuit does not need any external inputs. നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്സ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഇത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സിന് നമ്മളൊരു രജിസ്റ്ററായിട്ട്, അതായത് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റിനെ നമ്മൾ ആദ്യം എനേബിൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ഡിസേബിൾ ആയിരിക്കും. അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴത്തേനും അതിനെ ഡിസേബിൾ ചെയ്തിട്ട് സെക്കൻഡിനെ നമ്മൾ എനേബിൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് വരുമ്പോൾ തേർഡിനെ എനേബിൾ ചെയ്യുന്നു, നെക്സ്റ്റ് ഇതിനെ എനേബിൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് റിംഗ് കൗണ്ടറുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാമല്ലോ. റിംഗ് കൗണ്ടർ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സർക്കുലർ മാനറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിന് പറയുന്ന വേറൊരു പേരാണ് റിംഗ് കൗണ്ടർ കൺട്രോളർ. അതെന്ന് പറയുന്നത്
നമ്മൾ ഇൻപുട്ട് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ ഒരു ഡിസിഷൻ ലോജിക് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സീക്വൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോരോ സ്റ്റേറ്റിലേക്ക് മാറി മാറി ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇതൊരു റിംഗ് കൗണ്ടർ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡിനെ റിംഗ് കൗണ്ടർ കൺട്രോളർ എന്നും കൂടി പറയാറുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്.